ടിന്നർ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ബേഡകം മണ്ണടുക്കയിൽ പലചരക്ക് കട നടത്തിയിരുന്ന രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് യുവതിയെ കടയിൽ വെച്ച് തീ കൊളുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ രാമാമൃതത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജു, ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. എന്താണ് ഇതിന് പ്രകോപനം എന്നതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ. കാസർഗോഡ് ബേഡകം മണ്ണടുക്കം സ്വദേശി രമിതയാണ് മരിച്ചത്. 32 വയസ്സാണ്. ബേഡകം മണ്ണടുക്കയിൽ പലചരക്ക് കട നടത്തുകയായിരുന്നു രമിത. ഒരാഴ്ച മുമ്പ് തമിഴ്നാട് സ്വദേശി തിന്നർ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തൊട്ടടുത്ത് ഫർണിച്ചർ കട നടത്തുകയായിരുന്ന രാമാമൃതമാണ് രമിതക്ക് നേരെ ആക്രമണം നടത്തിയത്. തുടർന്ന് രമിതയെ ആദ്യം കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. 50% പൊള്ളലേറ്റിരുന്നു. ഇതേ തുടർന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ ഗുരുതരാവസ്ഥയിലേക്ക് പോയതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. തൊട്ടടുത്ത് ഫർണിച്ചർ കട നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി രാമാമൃതം മദ്യപിച്ച് പതിവായി ശല്യം ചെയ്യുന്നതിനെതിരെ രമിത പോലീസിൽ പരാതി നൽകിയിരുന്നു. ബേഡകം പോലീസ് തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തി രാമാമൃതത്തോട് ഈ കട ഒഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യം രാമാമൃതത്തിനുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഏപ്രിൽ 8-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി രാമാമൃതം രമിതയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഈ സമയത്ത് രമിത ഈ പലചരക്ക് കടയ്ക്ക് അകത്തായിരുന്നു. ഇവിടെ എത്തി ഒരു കൈയിൽ തിന്നറും മറ്റൊരു കൈയിൽ തീപ്പന്തവുമായി എത്തിയ ശേഷം തിന്നർ ഒഴിച്ച് ഈ പന്തം കൊണ്ട് രമിതയുടെ ശരീരത്തിൽ തീ കൊളുത്തുകയായിരുന്നു. ഇതായിരുന്നു സംഭവം. സിജു, തീപ്പന്തവുമായി ഒരു കടയിലേക്ക് എത്തി ഇത്തരത്തിലൊരു അക്രമം നടത്തണമെന്നതെങ്കിൽ ഇത് പകലാണോ സംഭവിച്ചത്? ആളുകളൊക്കെ കണ്ടിരുന്നില്ലേ? വളരെ വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? ഇത്ര മരണം സംഭവിക്കണമെങ്കിൽ, ഒരാഴ്ചയ്ക്ക് ശേഷം മരണം സംഭവിക്കണമെങ്കിൽ അപ്പോൾ തന്നെ കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണല്ലോ. 50%-ലധികം അന്ന് തന്നെ പൊള്ളലേറ്റതായി വ്യക്തമായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലായിരുന്നു ആദ്യം എത്തിച്ചിരുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഈ രാമാമൃതത്തിന്റെ ആക്രമണം. തൊട്ടടുത്ത് തന്നെ ഫർണിച്ചർ കട നടത്തുകയായിരുന്നു. മദ്യപിച്ച് പതിവായി ശല്യം ചെയ്യുന്നുവെന്ന് രമിത ബേഡകം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലൊരു വൈരാഗ്യം രാമാമൃതത്തിനുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് തലേ ദിവസം ബേഡകം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രമിത നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ സ്ഥലത്തെത്തിയ ശേഷം രാമാമൃതത്തോട് ഈ കട ഒഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യമായിരുന്നു പ്രധാന കാരണം. രമിത ഉച്ചയ്ക്ക് കടയിൽ നിൽക്കുന്ന സമയത്ത് 3 മണിയോടുകൂടി ഈ കടയിലേക്ക് വളരെ പെട്ടെന്നെത്തി ഈ പെയിന്റ് തിന്നർ രമിതയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയും കയ്യിലുണ്ടായിരുന്ന തീബന്ധം ഉപയോഗിച്ച് രമിതയുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തീ കൊളുത്തുകയുമായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ഇടപെട്ടു. വളരെ പെട്ടെന്ന് തന്നെ രമിതയെ ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായ ഒരു പൊള്ളലിനെ തുടർന്നാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, കാസർഗോഡ് ബേഡകത്താണ് ഈ സംഭവം. ടിന്നർ ഒഴിച്ച് തീ കൊളുത്തി ഒരു യുവതിയെ കൊന്നു എന്നതാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സ്ത്രീ മരിക്കുന്നത്. ഒരാഴ്ച മുൻപ് കടയിലെത്തി, പലചരക്ക് കട നടത്തുന്ന ആളാണ് ഈ യുവതി രമിത. അവിടെ എത്തി തീ കൊളുത്തി, തിന്നർ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ വെച്ച് തീ കൊളുത്തി 50%-ഓളം പൊള്ളലേറ്റു. ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ രമിതയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. അത്ര വ്യാപകമായി പൊള്ളലേറ്റിരുന്നു എന്നതാണ്. രാമാമൃതം എന്ന തമിഴ്നാട് സ്വദേശി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സിജു കണ്ണനാണ് വാർത്തയിലുള്ള വിവരങ്ങൾ നൽകിയത്.